ഹലോ ബഡീസ്, നിങ്ങളുടെ താടിക്കാരനാണ്. നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ? എന്ത് പറയുന്നു? അതായത് ബാംഗ്ലൂർ വന്നിട്ട് ഇതുവരെയായിട്ടും നല്ലൊരു ചോറ്, അതായത് ഊണ് പപ്പടവും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒരു കിടുക്കാഴ്ച സാമ്പാറിനെ ഉണ്ടാക്കി ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ ഈ വീഡിയോ ഞാൻ ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അറിയോ? കേരളം വിട്ട് ജോബിനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അതിൽ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ചെന്നൈക്കോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ, സാമ്പാർ വെച്ച് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ആ തനിമ സ്റ്റൈലിൽ ഫുഡ് ചെയ്യണം വിചാരിക്കില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബഡീസ്, നമുക്ക് ആദ്യം റൂമൊന്ന് ക്ലീൻ ചെയ്യാം അല്ലേ? ഇവിടെ അടപടലം പൊടിയാണ്. എന്താ വെച്ചാൽ ഞാൻ തറയിലിരുന്നാണ് പച്ചക്കറി കട്ട് ചെയ്യാൻ പോകുന്നത്. ബഡീസ്, കറി എത്രത്തോളം നന്നാവും നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ റൂംമേറ്റ്സ് വരും, അവർ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയട്ടെ അല്ലേ? എന്ത് പറയുന്നു? 3 പേർക്ക് പാകത്തിന് 2 ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്. ആദ്യം തന്നെ എല്ലാം കൂടെ തൊലി കളഞ്ഞു വെക്കുക. എല്ലാം കഴുകിയതിന് ശേഷമാണ് നമുക്ക് കറി വെക്കണം കേട്ടോ. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒരു ക്യാരറ്റ് ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് 4-5 ബീൻസ്. അത് ഇതുപോലെ 2 സൈഡും തുമ്പ് കളഞ്ഞു വെക്കുക. അടുത്തത് ഒരു 4-5 വെണ്ടയ്ക്ക എടുത്തോളൂ. വെണ്ടയ്ക്കയുടെ 2 തുമ്പും കട്ട് ചെയ്ത് കളയുക. അടുത്തത് 2 വഴുതനങ്ങ. ഇതിങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ, ചെയ്തിട്ടുണ്ട്, മറന്നു. നല്ല ട്രൈ ചെയ്യാം. ഈ കായയുടെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ, നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബഡീസ്, ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. ഈ കള്ള ബടുവോ ഇല്ലാതെ എന്ത് സാമ്പാറല്ലേ? 3 പേർക്ക് പാകത്തിന് ഒരു 3 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് തൊലി കളയാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്, ഒന്ന് കഴുകിയിട്ട് വരാം. ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്തോളൂ നന്നായിട്ട്. ബഡീസ്, ആദ്യം തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുത്താലോ? സ്ലൈസായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ, കുറച്ച് വണ്ണുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉള്ളി അരിയാനൊക്കെ നല്ല മൂർച്ചയുള്ള കത്തി വേണം, പൊളിയാണ്. ഉള്ളി അരിയാൻ നല്ല രസമാട്ടോ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10-20 സ്പോട്ടിലരിയും. അടുത്തതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. നെറുകെ 2 വര, കുറുകെ ഒരു 3 വര, അത്രേ ഉള്ളൂ. സാമ്പാർ കാണാത്തവരാരും ഇല്ലല്ലോ. സാമ്പാറിലെ വെജിറ്റബിൾസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് വണ്ണം കൂടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്താൽ മതി. ലെവനെ മനസ്സിലായില്ലേ? ലെവന്റെ പേര് അറിയില്ല പറഞ്ഞല്ലേ അവൻ. ഇവന്റെ ഉള്ളിലൊരു കായ ഉണ്ടാവും, മാങ്ങാണ്ടി പോലത്തെ ഒരു അണ്ടി. അത് കളഞ്ഞിട്ട് നേരെ ഉരുളക്കിഴങ്ങ് പോലെ കട്ട് ചെയ്യുക. അടുത്തത് ക്യാരറ്റ് നടുവിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നെറുകെ ഒരു കട്ടിങ്, എന്നിട്ട് കുറുകെ കുറച്ച് വണ്ണത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ. അടുത്തത് വെണ്ടയ്ക്ക, അതൊരു 3 പീസ് കട്ട് ചെയ്യാം. അടുത്തൊരു ഐറ്റമാണ് ബീൻസ്, അതും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ നീളത്തിൽ കട്ട് ചെയ്യാം. നെക്സ്റ്റ് വഴുതനങ്ങ, അതിൻ്റെ തൊണ്ടി ഭാഗം കട്ട് ചെയ്ത് കളയണേ, ഞാൻ മറന്നു. എന്നിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത പോലെ നെറുകെ 2 വര, കുറുകെ 3 വര. അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളക് ഒരു 5 എണ്ണം. എരിവുള്ളതാണെങ്കിൽ കുറച്ചോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുളക് പൊടിയും ആഡ് ചെയ്യും. തക്കാളി ഒരു 3-4 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സാമ്പാറിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പുളി വേണം, അതുകൊണ്ടാണ് തക്കാളി 3-4. അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. ഞാനെടുത്ത വെജിറ്റബിൾസ് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കുക്കറും ചെറുതുപോലെ എനിക്ക് തോന്നി. വേറെ കുക്കർ കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യത്തിന് പരിപ്പെടുത്ത് കുക്കറിൽ കഴുകിയെടുക്കുക. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, സിമ്പിൾ സാമ്പാറാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ആ പരിപ്പിന്റെ മേലിട്ട് കൊടുക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം മുങ്ങിയെടുക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് അടുത്ത പരിപാടി. കുക്കറിന്റെ അടുപ്പൊന്ന് മൂടി കൊടുത്താൽ തീർന്ന പരിപാടി. ബഡീസ്, അങ്ങനെ സാമ്പാറിൻ്റെ കലാപരിപാടിയിൽ കഴിഞ്ഞിരിക്കണ്ട. നമുക്ക് നോക്കാം എന്താവും അവസ്ഥ അറിയില്ല. ദൈവമേ, കൊളാവരുത്. നിങ്ങൾ പ്രാർത്ഥിക്കാട്ടാ. എൻ്റെ ഉദ്ദേശം എന്താ അറിയോ? എൻ്റെ റൂംമേറ്റ്സിന് ഒരു സർപ്രൈസ്, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, നമുക്ക് നോക്കാം അവരുടെ എന്താ പറയുക റിയാക്ഷൻ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ബാംഗ്ലൂരുള്ള വെള്ളം അത്ര നല്ലതല്ല, അതുകൊണ്ട് ഫിൽറ്റർ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറി ആകുമ്പോഴേക്കും നമുക്ക് വേറൊരു പരിപാടികൾ തീർക്കാനുണ്ട്. ചോറ് വെക്കാനായിട്ട് സ്റ്റൗവിൽ കുറച്ച് വെള്ളം കയറ്റി വിടാണ്. 3 പേർക്ക് 2.5 കപ്പ് അരി മതി. ഇവിടുത്തെ അരി ഒരു പ്രത്യേക അരിയാണ് കേട്ടോ. ബിരിയാണി അരിയാണോ പൊന്നി അരിയാണോ ഒന്നും മനസ്സിലാവില്ല. ഈ അരി കഴിച്ചാലോ വിശപ്പ് മാറുകയില്ല.
പരിപ്പ് കറിക്ക് ഒരു 3 വിസിലൊക്കെ മതി കേട്ടോ. എക്സ്ട്രാ ഒരു വിസിൽ കൂടെ കൂട്ടി 4 വിസിൽ ഞാൻ അടുപ്പിച്ചു. എന്നിട്ട് സ്റ്റൗ ഓഫാക്കി കുക്കറിലെ എയർ പോകട്ടെ അല്ലേ. വെള്ളം തിളച്ചു. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി സാമ്പാറിന് വേണ്ടിയുള്ള പൊടികളൊക്കെ നിർത്തി വെക്കുക. കായം, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. കുക്കറിലെ എയർ പോയി. അപ്പം നമുക്ക് തുറന്നു നോക്കിയാലോ. വേവ് കുറച്ച് കൂടി പോയിട്ടോ. 3 വിസിലൊക്കെ മതിയായിരുന്നു. ഒരു 1.5 ടീസ്പൂൺ പാകത്തിൽ സാമ്പാർ പൊടി ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടോളി. എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുക, മിക്സ് ചെയ്യുക. പൊടികൾ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായപ്പൊടി ഇടാം കേട്ടോ. കായപ്പൊടിയും കിട്ടും. വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്. അതാണെങ്കിൽ ഒരു നുള്ളിട്ടാൽ മതി. ചോറ് വെന്തു. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിരിക്കാം കേട്ടോ. ചോറും റെഡി. നമുക്കിനി ഒരു മെയിൻ സാധനം ഇടാൻ പറ്റി കേട്ടോ. എന്താ അറിയോ, സാൾട്ട്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വേളയിൽ ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ അനിയത്തിയെയും ഓർത്തു പോവാണ് കേട്ടോ. ആണുങ്ങൾക്ക് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി വന്നാൽ മതി. വീട്ടുജോലി ചെയ്യുന്ന ആണുങ്ങളുണ്ട്, ഇല്ലാന്നല്ല. എന്നാലും സ്ത്രീകൾക്ക് ജോലി കൂടുതലാണ്, അത് മനസ്സിലാക്കുക. അടിച്ചു വാരൽ, വീട് തുടയ്ക്കൽ, തുണി അലക്കൽ, 3 നേരത്തെ ഫുഡ് വെക്കൽ, പാത്രം കഴുകൽ, ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരെ നോക്കണം, കുട്ടികളെ കുളിപ്പിക്കണം, സ്കൂളിൽ വിടണം. നമ്മളൊന്ന് കുറച്ച് ദൂരേക്കൊന്ന് മാറി കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിലുള്ളവരുടെ വില അറിയുള്ളൂ. ഫുഡ് വെക്കാൻ അറിയാതെ കഷ്ടപ്പെടുമ്പോൾ ഇനിയെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ വില മനസ്സിലാക്കണം ബഡീസ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ടാൽ തീർന്നിട്ടോ. ഉപ്പ് നന്നായിട്ട് വേണം കേട്ടോ. കറിക്ക് ഉപ്പ് നന്നായിട്ട് വേണം. കുറച്ച് കുറവ് തോന്നുന്നു. ബഡീസ്, കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കിട്ടു. ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവരും പറ്റല്ലേ. റൂംമേറ്റ്സ് വന്നിട്ടേ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. ഇനി കുറച്ച് പപ്പടം കാച്ചിയെടുക്കാം. ഇവിടുത്തെ പപ്പടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും കാച്ചിയെടുക്കുമ്പോൾ വല്ല വലിപ്പം ഉണ്ടാവും. ഡൗട്ട് പ്ലീസ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഡബിളായിട്ട് പൊട്ടിച്ചാണ് കാച്ചിയെടുക്കുക. അതിൻ്റെ ഒരു സൈഡ് തന്നെ ഒരു പപ്പടത്തിൻ്റെ വലിപ്പമുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു കുളി പാസ്സാക്കിയിട്ട് വന്നാലോ. അങ്ങനെ നമ്മുടെ രാഹുൽ ബ്രോ ഒരു 9:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടോ. എനിക്കാണെങ്കിൽ വിശന്ന് കുടല് കരിയായിരുന്നു. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഇനി നമുക്ക് മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നാലോ. ഇതിൻ്റെ ഒപ്പം പൊരിച്ച മത്തിയോ ഒരു അയിലയോ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനെ അല്ലേ. രാവിലേട്ടാ, എന്താ അഭിപ്രായം? പൊളി. കഴിക്കുക. വിശപ്പ് മാറില്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ച പാക്കറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു. അത് 2 ചൂടാക്കി സാമ്പാറിനൊപ്പം കഴിച്ചു. പൊളി വൈബ്. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. ഇവിടെ പണ്ട് കാലത്ത് പൊറോട്ടയ്ക്കൊപ്പം സാമ്പാറേ കിട്ടുള്ളായിരുന്നു, പൈസയൊന്നും ഇല്ലാത്ത സമയത്ത്. അന്നാണെങ്കിൽ പൊറോട്ടയും വെറും പഞ്ചസാരയും വാങ്ങിച്ച് കഴിച്ചൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അന്നൊക്കെ പൊറോട്ടയ്ക്ക് 5-6 രൂപയായിരുന്നു തോന്നുന്നു. മസ്റ്റ് ട്രൈഡാ. അപ്പോൾ ഇനി പുതിയൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.